കേരള സ്റ്റൈലിൽ ഒരു പൊതിച്ചോറ് பார்த்தாലോ വാങ്ങ വീഡിയോയിലേക്ക്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പയർ വന്ന് മുറിച്ച് വെക്കണം. அதுக்கப்புறம் சின்ன வெங்காயம் ഇടിച്ചിട്ട് അത് പോട്ട് ഉപ്പ് പോട്ട് നല്ല ഒരു തേങ്ങയെല്ലാം വാട്ടിയെടുക്കാൻ കിടമ്പ മഞ്ഞൾത്തൂൾ പോട്ട് അതൊരു പക്കത്തിലിരിക്കട്ടെ. അടുത്ത് നമ്മൾ മീൻ പൊരിക്കേണ്ട മീനുക്ക് വന്നിട്ട് മുളക് മഞ്ഞൾ ഉപ്പെല്ലാം പോട്ട് നല്ല ഒരു കുഴത്തെല്ലാം പോട്ട് മിക്സാക്കി വെക്കും. അതുക്കப்புறம் தேங்காய் அடுப்பத்தை வச்சு கருவேப்பிலை போட்டு மீன் பொரிய அடுப்பத்தில் வச்சு சின்ன வெங்காயம் இடித்த வெங்காயம் மேலே தூவி கொடுத்துட்டு கருவேப்பிலையும் போட்டு அது வந்து வர சமயத்து நமக்கு பயிருக்கு அப்போ நம்மளை கட்டத்தூள் கொஞ்சம் வேறு அரிஞ்சு வர டைமில் மீன் பெரட்டி போடுவோம். அதுக்கப்புறம் மீன் கறி வைக்கண்ட வெட்டி அடுப்பில் வச்சு சீரகம் கடுகு உருவை போட்டு அது பொட்டிய நேரம் வெங்காயம் தக்காளி பச்சை மிளகாலாம் போட்டு അതൊന്ന് വതങ്ങി വന്നത് ടൈമിൽ തണ്ണി ഊറ്റി മുളകിൻ്റെ പൊടിയും മഞ്ഞൾത്തൂളും പോട്ട് ഉപ്പും പോട്ട് അത് മിക്സാക്കി ഊറ്റിയിട്ട് அதுக்கப்புறம் പുളി ഇരിക്കും തന്നെ പുളി പോട്ട് அதுக்கப்புறம் നമ്മൾ കഴുകി വെച്ച മീനും പോട്ട് നല്ല മിക്സായിട്ട് നല്ല ഒരു കൊതി വர ടൈമിൽ കറിവേപ്പിലയും പോട്ട് ഗ്യാസ് ഓഫ് ആക്കുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ട ആംപ്ലേറ്റ് ആക്കിയിട്ട് ഇനി അത് പെരിച്ച് തിരുമ്പി പോട്ട് அதுக்கப்புறம் ഒരു വാഴയില എടുത്ത് ചൂടാക്കിയിട്ട് அதுக்கு மேலே തേങ്ങ നെയ്യും ഉപ്പും പോട്ട് നല്ല തടവിട്ട് അപ്പം നല്ല ചൂട് ചോറിരിക്കും തന്നെ അത് അതിൽ വെച്ച് നമ്മൾ പൊരിച്ച ഇത് പയർ சுண்டலும் மீன் பொரிச்சதும் சம்மந்தியும் முட்டை ஆம்லேட்டும் வச்சு நல்லா சுற்றி கட்டி வைக்கணும். அதுக்கப்புறம் ஒரு 2 மணி நேரத்துக்கு அப்புறம் திறந்து பார்த்தா என்ன சொல்ல அவ்வளோ ஒரு டேஸ்ட்டு. ശരിക്കും சொன்னாலே நான் ഇത്രയും വർഷം ഇത് മിസ്സാക്കിയിട്ടேன். ഫസ്റ്റ് ടൈം ഞാൻ ഇത് ചെയ്ത് பார்த்து വന്താ ടേസ്റ്റ് എന്നറിയാം. അപ്പോൾ ഒരു തേങ്ങ അരച്ച മീൻ കറിയും നല്ല ഒരു പുളിമുളകിട്ട മീൻ കറിയും വെച്ച് വാവ് അടിപൊളി. എല്ലാവരും മിസ് ചെയ്യാமல் செஞ்சு பாருங்கள். நல்ல ടേസ്റ്റ്. ഒരു നാളും മിസ്സാക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ലൈക്ക് ചെയ്യണം. ഓക്കെ ബൈ.